എന്നിട്ട് ചെയ്യുന്ന പുല്ലിച്ചത്ത് അത് ഫുൾ എത്തണ്ട അവിടെ വരെ ആദ്യം തന്നെ ഇങ്ങനെയുള്ള സ്ഥലം പുല്ല് വൃത്തിയാക്കി തടമാക്കി അതിനുശേഷം പുല്ല് നടുകയാണ്. ആദ്യത്തെ ദിവസം ഡേ 1 ചെമ്മയാണ് പുള്ളി നടണം. ഒരു സൈഡിൽ പുള്ളി നട്ടിട്ട് മറ്റേ പുല്ല് വെച്ച് അടുത്ത സൈഡിൽ അടുത്ത പുള്ളിത്തടം നടാണ്. അടുത്തത് മൂന്നാമത്തെ പുള്ളിത്തടം പണി കഴിഞ്ഞിട്ടില്ല, പണി നടക്കണമല്ലോ. മുളയ്ക്കാൻ വേണ്ടിയിട്ട് രാവിലെ കുമ്പിള് തിന്നു ഒരു 3-4 ദിവസം കഴിയുമ്പോൾ അതെടുത്ത് കളയുക. അപ്പോൾ അത് പൊടിച്ചു വരും. അപ്പോൾ അത് പിന്നെ കേടുവരില്ല, അല്ലെങ്കിൽ അതിൻ്റെ തുമ്പോണു അങ്ങനെ ചവറൊക്കെ ഇട്ട് അല്ലേ. അപ്പോൾ അത് അല്ലെങ്കിൽ ചവറോളിട്ട് പുല്ലൊക്കെ ഇട്ടിട്ട് പൊടിക്കാം. ഇതിന്റെ സൈഡിൽ നീ മഞ്ഞൾ നടണേ എലി വരാണ്ടിരിക്കാം. എലി മാത്രമേ വരാണ്ടിരിക്കുള്ളൂ. എലിയും പെരിച്ചാലും ഒക്കെ മഞ്ഞൾ കറ വന്നാൽ പിന്നെ അവറ്റ വയറ്റില്ല. അതന്നെ ഇതെന്ന മുള ഒരു 2-3 ദിവസം കഴിഞ്ഞ് തണുവനുസരിച്ച് ഒരു 3 ദിവസം കഴിഞ്ഞാൽ വേരോടിയാ അങ്ങനെ മുള അങ്ങനെ വന്ന് നിൽക്കും. ഇതിങ്ങനെ രാവിലെ കുത്തിയിട്ടിട്ട് എടുത്ത് കളയാം 2-3 ദിവസം കഴിയുമ്പോൾ. അത് കടയ്ക്ക് നോക്കിയാൽ അറിയാലോ മുളച്ച് വരുന്നത്. ഇത് ഉണങ്ങാണ്ടിരിക്കാൻ അത് ഇടണത് കണ്ടോ. അതൊന്നും വെയിലുള്ളില്ല, പറന്ന് പോകാണ്ടിരിക്കാൻ ഉണങ്ങാം. പറന്ന് പോയാൽ വെയിൽ കൊള്ളാണ്ടിരിക്കുക. വെയിൽ കൊള്ളാൻ പാടില്ല. അത് വെയിലോടെ മുളക്കിയില്ല, തുമ്പ് കരിഞ്ഞാൽ പിന്നെ മുളക്കിയില്ല. ഇനി എത്ര നാൾ കഴിഞ്ഞിട്ട് വളടുക? പൊടിച്ചാൽ എലി വരുമ്പോൾ വളർത്ത് 200 ഇടണം. എന്നിട്ട് എത്ര മാസം കഴിഞ്ഞിട്ട് പറക്കിയത് ഫുള്ള്? ചിലത് 6 മാസം കൊള്ളിയുണ്ട്, ചിലത് 1 കൊല്ലം കൊള്ളിയുണ്ട്. ഇതായത് എത്ര മാസം? 6 മാസം അല്ലേ? 6 മാസം കഴിഞ്ഞത് പറിക്കാൻ പറ്റില്ല. പിന്നെ അവിടെ പിന്നെയും പണി തന്നെ പണി 2-3 അവിടെ നിൽക്കട്ടെ പരീക്ഷിക്കാം. ഉള്ളിലെ പുല്ലൊക്കെ വലിക്കുക, എന്നിട്ട് വേണം വളടാൻ. പുല്ല് വലിച്ച് കളഞ്ഞിട്ട് വേണം വളടാൻ, എന്നിട്ട് വേണം മണ്ണിടാൻ. അത് ശരിയായി. പുല്ലോടുകൂടി മണ്ണിട്ടാൽ ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ കൊള്ളി കുത്തിയ മാത്രം പുല്ല് വലിക്കണം, പൊടി ഇടണം, പുല്ല് വലിക്കണം. മണ്ണിടാൻ പുല്ല് വലിച്ചിട്ട് വേണം. വലുതായി നട്ടിട്ട് 1 മാസം 1.5 മാസം കഴിയുമ്പോൾ കൊള്ളിയിൽ മണ്ണിടണം. 1 മാസം കഴിയും. അത് പുല്ല് വലിച്ച് 800 ഇട്ടിട്ട് വളർന്നു. പിന്നെ 6 മാസം ഒക്കെ കൊള്ളിയുണ്ട്, 1 കൊല്ലത്തെ കൊള്ളിയിട്ടുണ്ട്. പിന്നെ കൊള്ളിക്ക് പണിയൊന്നുമില്ല. എലി തിന്നാണ്ടിരിക്കാൻ കൊള്ളിയിൽ 2 വശത്ത് മഞ്ഞൾ കുത്തിക്കും, പെരിച്ചാഴി തിന്നാൻ. അപ്പോൾ പിന്നെ പെരിച്ചാഴി തിന്നിക്കും. 800 രാസവളം വച്ച് കൊള്ളി മണ്ണിടും. അങ്ങനെ പണി കൊള്ളി. എന്തിട്ടൊക്കെ ഇടണേ? അപ്പോൾ 800 രാസവളവും പിന്നെ ഒന്നുമില്ല, പിന്നെ മണ്ണെടുക്കും. ഇത് കഴിഞ്ഞിട്ട് വെള്ളം ഒഴിക്കുമോ? എന്നാലും മഴയില്ലെങ്കിൽ പൊടിച്ച് ഇത്തിരി വലുതാവണ വരെ ഇടയ്ക്കൊന്ന് നനച്ചു വെക്കണം. ഉണ്ടെങ്കിൽ അങ്ങനെ മഴ പെയ്ത് നല്ലോണം പൊടിച്ച് നിൽക്കുകയാണെങ്കിൽ പിന്നെ വെള്ളം ഒഴിക്കണ്ട. നട്ടിട്ട് പെയ്തൊന്നുമില്ല, പൊടിക്കാൻ അമരാണെങ്കിൽ 1 ലക്ഷം വെള്ളം ഒഴിച്ചാൽ
മതി. അപ്പോൾ അത് പിന്നെ ഒഴിക്കണ്ട, ഇടയ്ക്ക് കല്ലുപ്പൊക്കെ ഒന്ന് നനച്ച് കൊടുത്താൽ മതി. നല്ല ഉള്ളിയുടെ മതി. ഇതിപ്പോ എന്നിട്ട് വളരണം ഇപ്പോ രാസവളം എന്ന് പറയും എന്ന് പറഞ്ഞ. ഇത് വളട്ടിട്ട് മണ്ണിട്ട് അവസാനം മണ്ണിട്ട് വെള്ളമൊഴിച്ച കൊല്ലിത്തടാണ് ഇത് ഇവിടെ. ആള് അവസാനത്തെയായി ഈ വെണ്ണൂറിട്ടു, അതുപോലെ രാസവളം ഇട്ടു, ഈ മണ്ണിട്ടിട്ട് വെള്ളമൊഴിക്കും അവസാനമായിട്ട്. വേണ്ട ഇതുപോലെയാവും.